ഹലോ. അപ്പം കോഴിക്കോടാണ് ആരും വിചാരിക്കേണ്ട, വണ്ടിയുടെ നമ്പർ കണ്ടാൽ തന്നെ അങ്ങ് മനസ്സിലാവും എവിടെയാണ്. സൗദിയിലാണ്, റിയാദിൽ. അപ്പം നമ്മൾ സ്പോട്ടിൽ വന്നിരിക്കുകയാണ്, കാലിക്കറ്റ് ലൈവ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഗഫൂർക്കൊക്കെ ചായ അടിക്കുന്നുണ്ട്. ആര്? നമ്മളെ മാമുക്കോയെ. അങ്ങനത്തെ ഉള്ളോട്ട് കയറിയപ്പോൾ നല്ല ആംബിയൻസ്, ഒരു നാട്ടിലെത്തിയ ഫീലിങ്. നാട്ടിലെത്തി വെച്ചാൽ ഓപ്പൺ കിച്ചണാണ്, അത് ഇവിടുത്തെ റൂളാണ്, ഓപ്പൺ കിച്ചൺ വേണമെന്നുള്ളത്. പക്ഷെ നല്ല ആംബിയൻസും അവിടെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, അത് ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വണ്ടി, നാടൻ വണ്ടി KSRTC. അവിടെ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്, അവിടെ ആൾക്കാർ കഴിക്കുന്നുണ്ട്. നമ്മൾ മെല്ലെ കഴിക്കാൻ വേണ്ടി റെഡി ആവുകയാണ്. കൈയൊക്കെ കഴുകി നമ്മളൊന്ന് കിച്ചണൊന്ന് വീഡിയോ എടുത്ത്. ഒന്നും ഒരു പറഞ്ഞില്ല കേട്ടോ കിച്ചൺ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട്. കാരണം ഓപ്പൺ കിച്ചണാണ്, ജെന്യൂനായിട്ട് ഇത്രയും വൃത്തിയിലാണ് എല്ലാം. ഗ്ലൗസൊക്കെ ഇട്ടിട്ട് കറക്റ്റ്, മാസ്കൊക്കെ ഇട്ടിട്ട് കറക്റ്റ് വൃത്തിയിലാണ് അവർ ചെയ്യുന്നത്. ആണ് നമ്മളെ മാനേജർ അവിടെ ഉള്ളത്. അങ്ങനെ എന്നാൽ നമ്മളിതാ നൈസായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. അണ്ണൻ ഇവിടെ അവിടെ നിന്ന് നല്ല വണ്ടി ഓടിക്കുകയാണ്. മുപ്പൊരു വണ്ടി പ്രാന്തനാണേ. ഗിയറൊക്കെ മാറ്റുന്നുണ്ട്. നമ്മൾ KSRTC ബസ്സും രസം തന്നെ. ഞങ്ങൾ വലിയൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ചിക്കൻ 65. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഫുള്ള് ഫിഷാണ്, പ്രോൺസ്, അയക്കൂറ, ഒരുപാട് ഫിഷുണ്ട്. എന്തൊക്കെ ഇതിൽ എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഈ പൊറോട്ടയാണ് ഹൈലൈറ്റ്. ആ പൊറോട്ട കഴിക്കാം മക്കളെ. ഒരു പൊറോട്ട ഒരു 3 പേർക്ക് കഴിക്കാം, അത്രയും വലിയ പൊറോട്ടയാണ്. നാട്ടിലവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഈ പാലക്കാട് ഏരിയയിലൊക്കെ അങ്ങനെ പൊറോട്ട ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു 1.5 പൊറോട്ട. പിന്നെ ആ ഗ്രേവി വിത്ത് ഫിഷും, എല്ലാ ഫിഷും ഒന്നിനൊന്ന് മെച്ചം. വെച്ചാൽ അടിപൊളി ഫിഷും ആ ഗ്രേവിയും പക്ക ടേസ്റ്റ്. ചിക്കൻ 65 ആണെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ആ ഫിഷ് തന്നെയാണ്, ഒന്നും പറയാനില്ല. ഞാനിതാ ഒരു കഷ്ണം പൊറോട്ട അങ്ങോട്ട് എടുത്ത് എൻ്റെ പ്ലേറ്റിലേക്ക് കൂടെ ഇട്ട്. ആ ഫിഷാണെങ്കിൽ എവിടെ തൊട്ടാലും ഫിഷാണ്. അങ്ങനെ ഫിഷും ആണെങ്കിൽ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഒരു കഷ്ണം കട്ട് ചെയ്ത് ഒരു ചെറിയ പീസ് ഫിഷും എടുത്തിട്ട്, ഒരുപാട് ഫിഷ് ഉണ്ട്. അപ്പോൾ ഓരോ ഫിഷ് ഒരു കഷ്ണം പീസ് ഞാൻ ഫിഷും എടുത്തിട്ട് എല്ലാം എടുത്ത് കഴിച്ച്. എല്ലാവരും കഴിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഒരു പൊറോട്ട എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ പ്ലേറ്റ്. ഇത് കഴിച്ചാൽ പലതും സംഭവിക്കുന്നത് എനിക്കറിയാം. പക്ഷെ എങ്ങനെയൊക്കെ ഫുഡ് കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കഴിക്കാണ്ടിരിക്കാൻ തോന്നുക, എങ്ങനെയാണ് ഡയറ്റ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. ഒരു ചെമ്മീനും പിടിച്ച് ഒരു പിടി ഞാനാണ് കഴിച്ചത്. സംഭവം മോനെ സ്വർഗമാണ്. നമ്മളെ അണ്ണം കഴിച്ച് കിട്ടി. അങ്ങനെ ലഹാൻ ഇഷ്ടമായി. പിന്നെ അതിലപ്പുറം ഒന്നുമില്ല. മൂപ്പരാണ് നമ്മളെ മെയിൻ. അങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ കഴിച്ചിട്ടോ. പിന്നെ അടുത്ത ദിവസം ഒന്ന് ചെക്ക് ചെയ്യണം, ഫുള്ള് ബോഡി ചെക്കപ്പ് ചെയ്യണം, എന്തൊക്കെ ഉണ്ടാകുമെന്ന് കണ്ടറിയാം. സംഭവം ഇതൊരു 1.5 ഐറ്റാണ്. എല്ലാവരും വന്ന്, ഇപ്പോൾ സൗദി റിയാദിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് വന്നിട്ട് ഒന്ന് കാലിക്കറ്റ് ലൈവ് പോയിട്ട് ഒന്ന് കഴിച്ചു നോക്ക്. കാരണം ഞാൻ ഗ്യാരണ്ടി തരും, അടിപൊളി. അതാ കടുക്കത വന്നിക്കുക, നല്ല ഫ്രഷ് കടുക്ക. ആ കടുക്ക അങ്ങോട്ട് കഴിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, കൊളസ്ട്രോൾ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടെന്ന്. അവസാനതാ അത് കണ്ടാൽ മനസ്സിലാവും സംഭവം അങ്ങനെ ഉണ്ടെന്ന്. എല്ലാം കൂടി പഠിച്ച് അവസാനം ആ പ്ലേറ്റിലും കൊട്ടിട്ട് ഫിഷിലും കൂട്ടിയിട്ട് ഒരു കൈ കൊണ്ട് കഴിച്ച്. മോനെ ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ ലാസ്റ്റ് കണ്ടാൽ മനസ്സിലായല്ലോ, പ്ലേറ്റ് കാലിയാണ്, എല്ലാം കാലിയാണ്, ഒന്നും ബാക്കിയില്ല. അവസാനം നല്ലൊരു സ്ട്രോങ് ചായയും കൂടി പറഞ്ഞു. ആ സ്ട്രോങ് ചായയും കൂടി ഇങ്ങോട്ട് കുടിച്ച് വീണ്ടും സ്വർഗത്തിൽ തന്നെ നല്ല അടിപൊളി ചായ. എന്നാലും നമ്മൾ ആ തട്ടുകട ടൈപ്പ് ചായ അല്ല കേട്ടോ, ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും അടിപൊളിയാണ്. ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഫ്രീ ആകുമ്പോഴൊക്കെ ഒന്ന് കാലിക്കറ്റ് ലൈവിൽ വന്നൊന്ന് ഫുഡ് കഴിച്ച് നോക്കുക. ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.